മൂക്കടഞ്ഞിരിക്കുന്നൊരു കുട്ടി കിടന്നുറങ്ങുവാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു കോൾഡ് വന്നാൽ നമുക്ക് കിടന്നുറങ്ങാൻ എന്ത് പ്രയാസമാണെന്നല്ലേ. മൂക്കടഞ്ഞിരിക്കുന്നൊരു കുട്ടി കിടന്നുറങ്ങുമ്പോൾ ഒബ്വിയസ്ലി അവൻ്റെ ഉറക്കം ശരിയാവില്ല. അവനൊരു സൈഡിലേക്ക് കിടക്കുന്നു, കുറച്ച് നേരം കഴിയുമ്പോൾ അണയുന്നു, ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നു, കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും അനങ്ങുന്നു, കുത്തി കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, അമ്മയുടെ മേത്ത് കിടക്കുന്നു, തല പൊക്കി കിടക്കുന്നു, തല ഇറക്കി കിടക്കുന്നു, വട്ടം തിരിയൽ തന്നെ. ഒബ്വിയസ്ലി അവൻ്റെ ഉറക്കം ശരിയാവുന്നില്ല. സാധാരണ കുട്ടികൾ ഉറക്കം ശരിയായില്ലെങ്കിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടും അതെല്ലാം അവൻ കാണിക്കും. അതിനെ ADHD ആണെന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യല്ല വേണ്ടേ. അവൻ്റെ ഇറിറ്റബിലിറ്റിയാണ് അവൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ആവുന്നത്. അത് റൈറ്റ് ടൈമിൽ റൈറ്റായിട്ട് നോട്ടീസ് ചെയ്തില്ലെങ്കിൽ ഹി മൈറ്റ് എൻഡ് അപ്പ് ഇൻ എ സൈക്കാട്രി വാർഡ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷനും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും അതിൻ്റെ മെഡിക്കേഷൻസും പോകും. ബട്ട് ആക്ച്വൽ പ്രോബ്ലം ഇസ് ഹി ഈസ് നോട്ട് ഏബിൾ ടു സ്ലീപ്പ്. അതിൻ്റെ ഒരു അവെയർനെസ് ഇപ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പല പേരൻസിനും അവരുടെ കുട്ടികൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ടല്ലേ. എൻ്റെ കുട്ടി ഇങ്ങനെ ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. നമ്മൾ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കാലത്തെ പോലത്തെ കുട്ടികളല്ല. ഇന്ന് ദേ ആർ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികളാണ്. എക്സ്പ്ലോർ ചെയ്യണം, അവർക്ക് കാര്യങ്ങൾ അവരുടേതായ റീസണിങ് ഉള്ള കുട്ടികളാണ്. അല്ലാണ്ട് പണ്ടത്തെ പോലെ ഇവിടെ ഇരുന്നോളണം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കുട്ടികളല്ല. അപ്പോൾ അത് വിച്ച് ഇസ് എ ഗുഡ് തിങ്, പൊട്ടക്കാര്യമൊന്നുമല്ല. അതിൻ്റെ കൂടെ ഇറിറ്റബിലിറ്റിയും കൂടി വരുമ്പോൾ അവർ കാട്ടിക്കൂട്ടണ കാണുമ്പോഴേക്കും പേരൻസിന് ഭയങ്കര വിഷമം. ഇന്ന കുട്ടി അങ്ങനെ ഇരിക്കുന്നു, എൻ്റെ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നില്ല, ആ ഒരു വിഷമം. അല്ലാണ്ട് ഇവൻ്റെ ഉറക്കം ശരിയാവുന്നില്ല എന്നോ ഇവൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാം എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുള്ളതോ അവരറിയുന്നില്ല.